നമുക്ക് നോക്കാം ഡിവൈൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി എന്താണ് പറയുന്നതെന്ന്. ഓക്കെ, കാർഡ്സ് ഷഫിൾഡാണ് കേട്ടോ. എക്സ്പ്രസ് യുവർ ലവ്, ഗോ ഹെഡ് ആൻഡ് മേക്ക് ദ റൊമാൻറ്റിക് ജെസ്റ്റർ. നിങ്ങളുടെ സ്നേഹം നിങ്ങൾ എക്സ്പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോട് ധൈര്യമായി തുറന്ന് പറയാനാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. റൊമാൻറ്റിക് ഫീലിങ്സ്, യുവർ ഫീലിങ്സ് ആർ റിയൽ ആൻഡ് വർത്ത് എക്സ്പ്ലോറിങ്. വീണ്ടും എന്ന കൺഫർമേഷനാണ്. ധൈര്യമായി നിങ്ങളുടെ സ്നേഹം തുറന്ന് പറഞ്ഞോളൂ എന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത്. പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ്, യു ഹാവ് നോൺ ഈച്ച് അതർ ബിഫോർ. നിങ്ങൾക്ക് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, ഈ ഒരു ജന്മത്തിലുള്ള ബന്ധമല്ല, ഒരുപാട് കാലമായിട്ടുള്ള ബന്ധമാണ് എന്ന് ഡിവൈൻ പറയുന്നു കേട്ടോ. പ്ലേഫുൾനെസ്, ടു റീക്യാപ്ചർ റൊമാൻസ്, അലവ് യുവർ ഇന്നർ യൂത്ത്ഫുൾ സ്പിരിറ്റ് ഓഫ് ഫൺ ടു ഷൈൻ. അതായത് ഭയങ്കര സീരിയസ് ആയിട്ട് മാത്രം ലൈഫിനെ അപ്രോച്ച് ചെയ്യാതെ കുറച്ച് ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് അപ്രോച്ച് ചെയ്യാനാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. റീകൺസിലിയേഷൻ, സംവൺ ഫ്രം യുവർ പാസ്റ്റ് ഇസ് റിട്ടേണിങ് ടു യുവർ ലൈഫ്. നിങ്ങളെ വേണ്ടെന്ന് വെച്ചിട്ട് പോയിട്ടുള്ള നിങ്ങളുടെ ഒരു എക്സ് ആയിരിക്കാം, അവർ തിരിച്ചു വരാനുള്ള സാധ്യത, റീകൺസിലിയേഷൻ ചോദിച്ച് തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഡിവൈൻ പറയുന്നു. പേ അറ്റൻഷൻ ടു ദ റെഡ് ഫ്ലാഗ്സ്, സൈൻസ് ആർ കോഷനിങ് യു. അങ്ങനെ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് മാത്രം അവരെ കൈകാര്യം ചെയ്യുക എന്നാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. കണ്ണടച്ച് വിശ്വസിക്കേണ്ടെന്നർത്ഥം. ന്യൂ ലവ്, എ ന്യൂ പേഴ്സൺ ഹാസ് സ്റ്റിർഡ് യുവർ റൊമാൻറ്റിക് ഫീലിങ്സ്. പലർക്കും ഒരു ന്യൂ പ്രപ്പോസൽ ഒക്കെ വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. റിലീജിയസ് ഫാക്ടേഴ്സ്, യുവർ ലവ് ലൈഫ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ യുവർ റിലീജിയസ് അപ്ബ്രിങ്ങിങ് ആൻഡ് സ്പിരിച്വൽ പാത്ത്. പലർക്കും നിങ്ങളുടെ എന്താ പറയുക, ലവ് ലൈഫിൽ തടസ്സമായിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ റിലീജിയസ് ബിലീഫ്സ്, നമ്മുടെ അമ്മ അച്ഛൻ നമുക്ക് പറഞ്ഞു തന്ന വാല്യൂസ് അതൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഒരു തടസ്സമായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് കാസ്റ്റ് കൾച്ചർ റിലീജിയൻ ഡിഫറൻസസ് ഉണ്ടായിരിക്കും നിങ്ങളുടെ ഇടയിൽ, അതൊരു തടസ്സമായിട്ട് വരുന്നതായിട്ട് കാണുന്നു. മറ്റു ചിലർക്കാണെങ്കിൽ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആർ എ ഫാക്ടർ ഇൻ യുവർ ലവ് ലൈഫ് റൈറ്റ് നൗ. മറ്റു ചിലർക്ക് ഫൈനാൻസ്, കരിയർ അതൊക്കെയാണ് തടസ്സമായിട്ട് വരുന്നത്. ഓക്കെ, എന്ത് തന്നെ ആയിരുന്നാലും ഓപ്പൺ യുവർ ഹാർട്ട് ടു ഗിവ് ആൻഡ് റിസീവ് ദ ഹയസ്റ്റ് എനർജി ഓഫ് ഓൾ. തടസ്സങ്ങൾ തരണം ചെയ്ത് ധൈര്യമായി മുന്നോട്ട് പോകൂ എന്നാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. ഇറ്റ് ഈസ് വർത്ത് വെയിറ്റിംഗ് ഫോർ, ഡിവൈൻ ടൈമിംഗ് ഈസ് അറ്റ് വർക്ക് ഇൻ യുവർ ലൈഫ്, ലവ് ലൈഫ്. അതായത് ഇതിൽ പറഞ്ഞ എന്ത് തടസ്സങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും ഡിവൈൻ ടൈമിങ്ങിൽ എല്ലാം ശരിയാകും എന്നാണ് പറയുന്നത്. ഓക്കെ.